കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 7-ന് ശേഷമാകും പ്രഖ്യാപനം. ഇനി വൈകേണ്ടതില്ല എന്നതാണ് ധാരണ. ഹാഷ്മി, അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ശേഷം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ AICCയുടെ പ്രഖ്യാപനമുണ്ടാകും. സംസ്ഥാനത്ത് നിന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദമുണ്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ. കാരണം ജനവിധി 102 സീറ്റിന്റെ ജനവിധി അതിന്റെ തിളക്കം കുറിക്കുന്ന നടപടികളാണ് ഈ അനന്തമായ കാത്തിരിപ്പ് എന്നുള്ള വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നത്. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അത് പരസ്യമായി തന്നെ ഇന്നലെ ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് അടക്കമുള്ളവർ പ്രകടിപ്പിച്ചിരുന്നു. ഇനി ജനം മുഖത്തടിക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന തരത്തിലുള്ള സമ്മർദ്ദം ഹൈക്കമാൻഡിന് മേലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈകുന്നേരം 7 മണിയോടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിലെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. എന്തായാലും പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ 3 പേരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കേരളത്തിൽ നിന്നുള്ള പ്രധാന നേതാക്കളെ കൂടിക്കാഴ്ച കഴിയുന്നതിന് ശേഷം ഹൈക്കമാൻഡ് വൃത്തങ്ങൾ ഒരുമിച്ചിരുന്ന് അന്തിമ തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഇനിയും വൈകിയാൽ അത് മുന്നണിക്കാകെ ജനവിധിയെ അപമാനിക്കുന്ന തരത്തിലായി പോകും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തീരുമാനമുണ്ടാകും. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ശേഷം പ്രഖ്യാപനം ഉണ്ടാകും. 15-ാം തീയതിക്ക് ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പല ഘട്ടത്തിൽ പല ലെയർ ചർച്ചകൾ നടന്നു. ഈ പറയുന്ന 3 നേതാക്കൾ അങ്ങോട്ടേക്ക് പോയി 4-4.5 മണിക്കൂർ ചർച്ച അവിടെ നടന്നു. അതിനുശേഷം ഇന്നിപ്പോ ഈ പറയുന്ന NDR പഴയ ബ്രിഗേഡ് നേതാക്കളുമായിട്ടും ആക്ടിംഗ് നേതാക്കളുമായിട്ടൊക്കെ ചർച്ചകൾ നടക്കാൻ പോകുന്നു. അതിനിടയിൽ ഗ്രൗണ്ടിൽ ജനവികാരം എന്ത് എന്നറിയാനുള്ള രഹസ്യ സംഘം പ്രവർത്തിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നു. അതല്ലാത്തൊരു ഏജൻസി 1-2 ഏജൻസി എന്താണ് ഗ്രൗണ്ടിലെ വികാരം എന്നറിയാൻ റിപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ തീരുമാനമെടുക്കാനാണെങ്കിൽ തീരുമാനമെടുക്കാൻ ഒരുപാട് മെറ്റീരിയൽസ് അവരുടെ മുന്നിലുണ്ട് ഇതിനോടകം തന്നെ. തീർച്ചയായും നിയമസഭാ കക്ഷി യോഗത്തിലെ MLA-മാരുടെ അഭിപ്രായം തേടിയിരുന്നു. പിന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായം കഴിഞ്ഞു. പിന്നീട് AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടി. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള മുൻ KPCC അധ്യക്ഷന്മാരുടെ അഭിപ്രായം തേടുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരുടെ അഭിപ്രായം തേടുന്നു. അങ്ങനെ ഇതോടൊപ്പം തന്നെ ഇതിന് സമാന്തരമായി നടന്ന പലതരത്തിലുള്ള സർവേകൾ, റിപ്പോർട്ടുകൾ ഇതെല്ലാം ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും സോണിയാഗാന്ധിക്കും മുന്നിലൊക്കെ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ തീരുമാനത്തിലേക്ക് എത്താനുള്ള എല്ലാ കളമൊരുങ്ങിക്കഴിഞ്ഞു. തീരുമാനം എന്താണ് എന്നതിന്റെ പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഹൈക്കമാൻഡിന് കേരളത്തിലെ സാഹചര്യത്തിൽ ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാഴ്ചപ്പാടിന് അനുസൃതമായ തീരുമാനം വരും എന്നതാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം ഈ MLA-മാരുടെ ഭൂരിപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ, അതോ പൊതുവികാരവും ഘടകകക്ഷികളുടെ പിന്തുണയുമാണോ പരിഗണിക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളിൽ മാത്രമാണ് ഹൈക്കമാൻഡ് ഇന്ന് മുന്നിലുള്ള ഒരു അത്തരം തീരുമാനം അത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഒരു പ്രതിബന്ധമായി പറയുന്നത്. എന്തായാലും ഇതെല്ലാം എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള ഏറ്റവും യുക്തമായ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് വരും. അതിന് പര്യാപ്തമായ എല്ലാ ഘടകങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പ്രഖ്യാപനം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഹൈക്കമാൻഡ് മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള ആളുകൾ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകളുമായി മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ആ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലെ? മാത്രമല്ല, അപ്പോൾ മറ്റ് 2 നേതാക്കളെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കായിട്ടുണ്ടെന്നും മനസ്സിലാക്കണം. പ്രവിധ, ഈ കോൺഗ്രസിന്റെ സംഘടനാ രീതി അനുസരിച്ച് ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിയമസഭാ കക്ഷി ചേരുമ്പോൾ അഭിപ്രായം ആരായുകയല്ല അവർ ചെയ്തിട്ടുള്ളത്. രാജ്യത്തെല്ലായിടത്തും കോൺഗ്രസ് അവലംബിക്കുന്ന രീതി ആദ്യം തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചുമതല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിയുള്ള പ്രമേയം പാസ്സാക്കും. അപ്പോൾ ആത്യന്തികമായി പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. എന്നാൽ ജനാധിപത്യപരമായ നടപടികൾ പൂർത്തിയാക്കി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഹൈക്കമാൻഡിനെ MLA-മാരെ കണ്ടു കഴിഞ്ഞപ്പോഴും നേതാക്കന്മാരുമായി സംസാരിച്ചപ്പോഴും ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ അവരൊരു അഭിപ്രായത്തിലേക്കും എത്തിയിട്ടുണ്ടാകും എന്ന് വേണം കരുതാൻ. എന്നാൽ ആ അഭിപ്രായത്തിന്റെ ശരിയാണോ, ആ അഭിപ്രായമായി മുന്നോട്ട് പോയാൽ എന്താണ് ഭവിഷ്യത്തുകൾ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു പ്രധാന നേതാക്കൾ തമ്മിലുള്ള തർക്കവിഷയമായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അവരെ ഈ മറ്റു നേതാക്കൾ കൂടി വിശാലമായ ഒരു കൺസൾട്ടേഷൻ ഈ കാര്യത്തിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിനൊരു ധാരണയുണ്ട് ഈ കാര്യത്തിൽ. ആ ധാരണയുമായി ബന്ധപ്പെട്ട മറ്റ് കൂടിയാലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത് വേണം അനുമാനിക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.